Hi all, welcome back. So today we're going to discuss about essay writing. Okay, so most of the students find it difficult. They struggle writing long, confusing introductions for essays. Yes, I'm talking about IELTS essay writing. So today we are going to discuss a 4-sentence strategy for writing introduction. So by learning this, you will be able to write it in a short and an effective way, and within 5 minutes you would be able to complete it. Yes, so my name is Parvati Baburaj and I'm one of the faculties at Xylem Learning. So let's start. So ഞാൻ പറഞ്ഞ പോലെ നമ്മൾ മിക്കവർക്കും എസ്സേ റൈറ്റിംഗ് IELTS എസ്സേ റൈറ്റിംഗ് വരുമ്പോഴത്തേക്കും ഭയങ്കര ടാസ്ക് ആണ് ഇൻട്രൊഡക്ഷൻ എഴുതുക എന്നുള്ളത്. ടാസ്ക് ആണെന്ന് പറഞ്ഞാൽ ചിലർക്ക് എന്താണെന്ന് വെച്ചാൽ അവർ ആലോചിക്കും ഇൻട്രൊഡക്ഷൻ ഇത്ര ഇമ്പോർട്ടൻ്റ് ആണോ, അതിൻ്റെ ആവശ്യം, അതിന് ഇത്രയും വലിയ ആവശ്യമുണ്ട്. ബോഡി പാരഗ്രാഫ്സ് ആണല്ലോ മെയിനായിട്ട് നമ്മളുടെ പോയിന്റ്സ് ഒക്കെ എഴുതുന്ന സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഈ ഇൻട്രൊഡക്ഷന് വലിയ അത്യാവശ്യം ഉണ്ടോ എന്നൊക്കെ ആലോചിക്കും. പക്ഷേ അങ്ങനെയല്ല. ഇൻട്രൊഡക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. യു നോ വൈ? ബിക്കോസ് introduction is the first impression that your examiner get about you. So nammale introduction in thanne, if it is effective, they will understand that you have ideas. Ningalku ideas undu, ningalku opinion undu, you are able to paraphrase the question, you are able to give something as a hook to your essay. Adine ningalku a skill undu, English writing skill undu ennu ningalku firstly kanikkan pattunna ഒരു സംഭവമാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി ഇറ്റ് ആഡ്സ് ടു യുവർ കൊഹിറൻസ് ആൻഡ് കൊഹേഷൻ എന്നുള്ള ക്രൈറ്റീരിയയിലും. ആൻഡ് അഗെയിൻ നമ്മളുടെ സ്ട്രക്ചറിനകത്ത് വരുന്നതാണ് ഇൻട്രൊഡക്ഷൻ. സോ ടാസ്ക് റെസ്പോൺസിലും അത് വരുന്നതാണ്. ബട്ട് അഗെയിൻ ഈ പറഞ്ഞ പോലെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ പോലെയാണ്. ആൻഡ് അതുകൊണ്ട് ചിലർക്കുള്ള ഒരു തെറ്റിദ്ധാരണ, വാട്ട് ദേ ഡു ഇസ് ദേ റൈറ്റ് ലോങ് ഇൻട്രൊഡക്ഷൻസ്, ലോങ് കൺഫ്യൂസിങ് ഇൻട്രൊഡക്ഷൻ, which is also actually not needed. Actually our introduction and conclusions should be short. അത് മാക്സിമം ഷോർട്ടായിട്ട് എഴുതുക. ബോഡി പാരഗ്രാഫ്സിലാണ് ഈ പറയുന്ന പോലെ കൂടുതൽ എക്സ്പ്ലനേഷൻസ് വരേണ്ടത്. അപ്പോൾ ഇനി എങ്ങനെ ബട്ട് ഷോർട്ടായിട്ട് എഴുതുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഇഫക്റ്റീവ് ടു, അല്ലേ? അത് ലോങ് ആവാനും പാടില്ല. സോ അതുകൊണ്ടാണ് വി ആർ ഗോയിങ് ടു ലേൺ എ 4-sentence strategy which will help you to write the best introductions within a short period of time, maybe within 5 minutes max. Okay, അപ്പോൾ ഈ 4-sentence strategy എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. So first one is giving a general statement. Okay, now what is a general statement? General statement is actually giving something, a theme, a statement which is related to the theme. നമ്മൾ ചോദിച്ചിരിക്കുന്ന ചോദ്യമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ജനറൽ സ്റ്റേറ്റ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. So you can start with a broad sentence about the topic. അപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇപ്പം സപ്പോസ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് സംതിങ് വിത്ത് എഡ്യൂക്കേഷനെ കുറിച്ച് എന്തെങ്കിലും ഒരു സെൻറ്റൻസ് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം, വിച്ച് വി കോൾ ഇറ്റ് എ ജനറൽ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സോ the main purpose of this general statement is that it introduces the theme without copying the question. So this is what we need. നമ്മളുടെ ക്വസ്റ്റ്യനെ കുറിച്ച്, നമ്മളുടെ ഈ വിഷയത്തിനെ കുറിച്ച്, ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് ഒരു ധാരണയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഒരു ഒരു ജസ്റ്റ് ഒരു ഹുക്ക് ഇട്ട് തുടങ്ങുന്നതിനാണ് നമ്മൾ ഈ ജനറൽ സ്റ്റേറ്റ്മെന്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നത്. ആൻഡ് കീപ് ഇറ്റ് സിമ്പിൾ ആൻഡ് അക്കാഡമിക്, അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്. സോ ഇറ്റ് ഷുഡ് ബി സിമ്പിൾ ബട്ട് ഇറ്റ് ഷുഡ് ബി അക്കാഡമിക്. നൗ വാട്ട് ഇസ് ദിസ് അക്കാഡമിക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് അഗെയിൻ സം സ്റ്റുഡൻസ് ഹാവ് ദിസ് ടെൻഡൻസി ടു റൈറ്റ് ഇൻ ഇൻഫോർമൽ ലാംഗ്വേജ് വിച്ച് ഇസ് നോട്ട് എൻകറേജ്ഡ് ഇൻ IELTS റൈറ്റിംഗ്. അപ്പോൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് ഇൻഫോർമൽ ആയിട്ടുള്ളതല്ല, ഫോർമൽ ലാംഗ്വേജ് ആണ്. അപ്പോൾ അക്കാഡമിക് ലാംഗ്വേജ് യൂസ് ചെയ്യുക, പക്ഷെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തന്നിരിക്കുന്ന ടോപ്പിക്കിനെ കുറിച്ച് ഒരു ബ്രോഡർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക, ഒരു ജനറൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് യുവർ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് റൈറ്റിംഗ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, നൗ ലെറ്റ്സ് സി, ആഫ്റ്റർ ഗിവിംഗ് ദി ജനറൽ സെൻറ്റൻസ് ഓർ the general background, you can then what? You can paraphrase the question. Okay, now this is the second step. Now why is this relevant? It shows your paraphrasing skills. Now again, paraphrasing skill is very important in IELTS. So avarkku manasilavum, we are able to write the synonyms, we got the idea of the question. Namukku question manasilaagi nammudedaayittulla sentence il namukku adu rewrite cheyan ariyam ennu avarkku manasilavunnaanu when you paraphrase the question. Okay, so after giving the general statement related to that theme, you can actually paraphrase the question. When you paraphrase, always try to not
again paraphrasing എന്ന് പറയുമ്പോൾ തന്നെ not repeating the same words അല്ലേ. So always try to give the synonyms. Okay. Yeah, restate the essay question in your own words. That is all about paraphrasing. Use synonyms and change the sentence structure. ഇനിയും വേർഡ് ബൈ വേർഡ് പാരഫ്രേസിങ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പാരഫ്രൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ. ബിക്കോസ് വേർഡ് ബൈ വേർഡ് പാരഫ്രേസിങ് വിൽ ലുക്ക് വെരി ആർട്ടിഫിഷ്യൽ, ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നും. അപ്പോൾ ഈ സെൻറ്റൻസ് മൊത്തത്തിൽ റീസ്ട്രക്ചർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പാരഫ്രേസിങ് കൊണ്ട് ചെയ്യേണ്ടത്. അപ്പം ഒരു സെൻറ്റൻസ് എടുത്തിട്ട് അതുപടി ഓരോ സെൻറ്റൻസ് വീണ്ടും വീണ്ടും എടുത്ത് വേർഡ് ബൈ വേർഡ് മാറ്റുക എന്നുള്ളതല്ല. മൊത്തത്തിൽ നമുക്ക് അത് വായിച്ചിട്ട് മനസ്സിലായത് കംപ്ലീറ്റ്ലി നമ്മൾ റീറൈറ്റ് ചെയ്യുക. അപ്പം വേർഡ് ഓർഡർ ഒക്കെ മാറും, വേർഡിൻ്റെ സ്ട്രക്ചറിങ് മാറും. നമ്മളിപ്പോൾ ലാസ്റ്റ് എഴുതിയ ഒരു വേർഡ് ആയിരിക്കും നമ്മൾ ആദ്യം എഴുതേണ്ടത്, അതിൻ്റെ സിനോണിം ആയിരിക്കും ആദ്യം എഴുതേണ്ടത്. അങ്ങനെ മൊത്തത്തിൽ വേർഡ് സ്ട്രക്ചറും വേർഡ് ഓർഡർ ഒക്കെ മാറ്റി നമ്മളുടേതായിട്ടുള്ള രീതിയിൽ യു ഹാവ് ടു റീറൈറ്റ് ഇറ്റ് ആൻഡ് ഷോ. Yeah, this part is especially to show the examiner that you understand the task. നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായി, നമുക്ക് സംഭവം പിടികിട്ടി എന്നുള്ളത് അവർക്ക് മനസ്സിലാവാനും കൂടെ നല്ലതാണ് when you paraphrase the question. Okay, so that is the second sentence that you have to write. അപ്പോൾ നമ്മൾ ഈ 4 sentence strategy first general statement, second is paraphrasing the question. Now third and one of the most important sentence in your introduction is your thesis statement. Now what is this thesis statement? Thesis statement is your opinion. നമ്മളുടെ ഒപ്പീനിയൻ ആണ്, നമ്മളുടെ സ്റ്റാൻഡ് ആണ് റിലേറ്റിംഗ് ടു ഈച്ച് ക്വസ്റ്റ്യൻ. ഓരോ ചോദ്യത്തിനും നമ്മളുടേതായിട്ടുള്ള, ഇപ്പം എല്ലാം ഒപ്പീനിയൻ ക്വസ്റ്റ്യൻസ് അല്ല നമ്മളുടെ എസ്സേ റൈറ്റിംഗിൽ വരുന്നത്. ഒപ്പീനിയൻ അല്ലാത്ത രീതിയിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒപ്പീനിയൻ ചോദിക്കാതെ ചോദിക്കുന്നത്. ബട്ട് സ്റ്റിൽ അവിടെയും നമുക്കൊരു തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമാണ്. അപ്പോൾ തീസിസ് സ്റ്റേറ്റ്മെൻറ്റിൽ ഒപ്പീനിയൻ എന്ന് പറയുമ്പം അത് ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മളുടെ ആൻസർ ആണ്. ചില ക്വസ്റ്റ്യൻസിൽ നമ്മളുടെ ഒപ്പീനിയൻ എന്നുള്ളത് ഒബ്വിയസ് ആണ്. അപ്പം നമ്മൾക്ക് ആ ചോദ്യത്തിന് ഉത്തരം, ആ ചോദ്യത്തിൻ്റെ ഒരു നോട്ട് വൺ വേർഡ് ആക്ച്വലി 1 sentence ആൻസർ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ റൈറ്റ് എ ക്ലിയർ ഒപ്പീനിയൻ ഓഫ് വാട്ട് ഈസ് ആസ്ക്ഡ് ടു യു. സോ അത് ക്ലിയർ ആയിട്ടുള്ളത് കൊടുക്കുക. മേ ബി എന്നുള്ള രീതിയിലൊരു ഒരു പ്രോബബിലിറ്റി പോസിബിലിറ്റി എന്നുള്ള രീതിയിലല്ല കൊടുക്കേണ്ടത്. നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റ് ഉണ്ട്, നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ട് റിലേറ്റഡ് ടു ദിസ് ക്വസ്റ്റ്യൻ എന്നാണ് കാണിക്കേണ്ടത്. സോ ഇഫ് ഇറ്റ് ഇസ് എൻ എഗ്രി ഡിസഗ്രി ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ക്ലിയർലി വെദർ യു എഗ്രി ഡിസഗ്രി ഓർ പാർഷ്യലി എഗ്രി. അപ്പം ഇതിൽ 3 ഏതാണ് നമ്മളുടെ സ്റ്റാൻഡ് എന്നുള്ളത് ക്ലിയർ ആക്കുക അവിടെ. അതുപോലെ തന്നെ ഇപ്പം ഒരു അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അഡ്വാൻറ്റേജസ് ആണോ കൂടുതൽ, ഡിസഡ്വാൻറ്റേജസ് ആണോ കൂടുതൽ, അത് ഏതാണോ കൂടുതൽ എന്നുള്ളത് അവിടെ ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്യണം. Again, I see a lot of students not writing this exactly. Thesis statement എന്ന് പറയുമ്പോൾ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ അവർ എന്നിട്ട് ഇത് എഴുതില്ല, they write something else. അങ്ങനെയല്ല, നമ്മൾ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിൻ്റെ ഒരു 1 sentence ആൻസർ ആണ് എക്സാക്ട്ലി തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. സോ എഗ്രി ആണോ ഡിസഗ്രി ആണോ എന്നുള്ളത് എഴുതുക, അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓർ ഡിസഡ്വാൻറ്റേജസ് മോർ എന്നുള്ളത് എഴുതുക. ഡിസ്കസ് ബോത്ത് വ്യൂസ് ക്വസ്റ്റ്യൻ വരുമ്പം again discussing both views is happening in the body paragraphs, but again your opinion should be there in the intro. അതായത് ഏത് വ്യൂവിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡു വി ഹാവ് എ ബാലൻസ്ഡ് വ്യൂ എന്നൊക്കെയുള്ളതാണ് അവിടെ അപ്പം എന്തിൽ വരേണ്ടത്, തീസിസിൽ വരേണ്ടത്. അതുപോലെ 2 part ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആ 2 part ക്വസ്റ്റ്യൻസിൻ്റെ ഒരു 1 sentence ആൻസർ ആണ് അവിടെ അപ്പോൾ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് ആവുന്നത്. സോ ഓരോ ചോദ്യത്തിൻ്റെയും ആയിട്ടുള്ള ആൻസർ, അപ്പം ആ ടാസ്കിൻ്റെ കറക്റ്റ് ആൻസർ എന്നുള്ളതാണ് നമ്മളുടെ തീസിസ് ആയിട്ട് വരേണ്ടത്. സോ റൈറ്റ് തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ്സ് എ മസ്റ്റ് ഇൻ യുവർ ഇൻട്രൊഡക്ഷൻ. അതാണ് നമ്മളുടെ നമ്മളെ ബോഡിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന നമ്മളുടെ മെയിൻ ആർഗ്യുമെൻറ്റ് ഇൻട്രോയിൽ വന്നിരിക്കണം, വിച്ച് ഇസ് കോൾഡ് ദ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, യെസ്. സോ യുവർ third thing or the third sentence is writing thesis statement. Now the fourth one, outline statement. Now what is outline? Outline is actually a roadmap to your essay. നമ്മളുടെ എസ്സേയിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ എങ്ങനത്തെ തരം ആർഗ്യുമെൻറ്റ്സ് ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. ഡു വി റൈറ്റ് എക്സാമ്പിൾസ്? ആക്ച്വലി എക്സാമ്പിൾസ് എഴുതുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡു വി റൈറ്റ് എന്നുള്ളതാണ് ആക്ച്വലി വി ഷുഡ് റൈറ്റ് എക്സാമ്പിൾസ്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾസ് എഴുതും ടു സപ്പോർട്ട് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു ഔട്ട്ലൈൻ മൊത്തത്തിൽ ആ എസ്സേയിലോട്ടുള്ള ഒരു റോഡ് മാപ്പ് കൊടുക്കുന്നതാണ് ഈ ഔട്ട്ലൈൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇഫ് യു റൈറ്റ് ദിസ് അഗെയിൻ യു വിൽ ഗെറ്റ് എ band 9. ഈ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന എല്ലാം ഒരു ഹയർ ബാൻഡ് കിട്ടാനുള്ള ഒരു നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ആണ്. സോ ഡെഫിനറ്റ്ലി റൈറ്റിംഗ് ആൻ ഔട്ട്ലൈൻ വിൽ മേക്ക് യു ഗെറ്റ് എ ഗുഡ് സ്കോർ. ഓക്കെ, സോ ഷോ വാട്ട് യുവർ എസ്സേ വിൽ ഡിസ്കസ്. അതാണ് നമുക്ക് മെയിനായിട്ടും എന്തിൽ വരേണ്ടത്, നമ്മളുടെ ഔട്ട്ലൈൻ സ്റ്റേറ്റ്മെൻറ്റ്. സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ദ 4 sentence strategy, which is general statement, paraphrasing of the question, thesis statement and outline statement. Okay, ഇനി നമുക്കൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ വെച്ച് നോക്കാം നമുക്കിത് എങ്ങനെ എഴുതാൻ പറ്റുമെന്ന്. ഓക്കെ, സോ യു ഹാവ് എൻ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഇൻ ഫ്രണ്ട് ഓഫ് യു. Some people believe that
private schools provide unfair advantages to children from wealthy families. To what extent do you agree or disagree? So this is the question. So let's see. Now let's first see general statement and paraphrasing. അപ്പോൾ നമ്മുടെ ക്വസ്റ്റൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം നോക്കാം. സോ ആസ് യു സി നമ്മളെ ക്വസ്റ്റൻ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഇറ്റ്സ് അബൌട്ട് ഗിവിങ് എഡ്യൂക്കേഷൻ ഓർ പ്രൈവറ്റ് സ്കൂൾസ്, പബ്ലിക് സ്കൂൾസ്, ഇതിനൊക്കെ റിലേറ്റഡ് ആയിട്ടാണ്. അപ്പം നമുക്ക് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും തീം ആയിട്ടുള്ള ഒരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ എഴുതേണ്ടത്. സോ നമുക്കൊരു എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള തന്നെ ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. സോ ഹിയർ ദ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് education plays a vital role in shaping a child's future and opportunities in society. So കുട്ടിയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി എഡ്യൂക്കേഷൻ, ദ റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ എ ചൈൽഡ്സ് ലൈഫ് എന്നുള്ള രീതിയിലാണ് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. സോ വാട്ട് എവർ ദ തീം ഈസ്, ആ തീമിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. വിച്ച് ഈസ് വെരി സിമ്പിൾ, ഭയങ്കര സിമ്പിളായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. സോ ദാറ്റ് ഇസ് ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്. നൗ യു ഹാവ് ടു പാരഫ്രേസ് ദ ക്വസ്റ്റ്യൻ, സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പം ഈ ചോദ്യത്തിനെ പാരഫ്രേസ് ചെയ്യാം. അപ്പം ഇവിടെ കൊടുക്കാം മെനി ആർഗ്യൂ ദാറ്റ്, അവിടെ സം പീപ്പിൾ ബിലീവ് എന്നായിരുന്നു, അതുകൊണ്ട് നമ്മൾ മെനി ആർഗ്യൂ ദാറ്റ് പ്രൈവറ്റ് എഡ്യൂക്കേഷൻ മെയിൻലി ബെനിഫിറ്റ്സ് റിച്ച് ഫാമിലീസ് ആൻഡ് ക്രിയേറ്റ്സ് അൺഫെയർ ഡിഫറൻസസ് എമംഗ് സ്റ്റുഡൻസ്. സോ ഇഫ് യു സീ ഓൾ ടുഗെദർ ദ വേർഡ് ഓർഡർ ഒക്കെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിട്ടുണ്ട്, വേർഡ് സ്ട്രക്ചറിങ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, സിനോണിംസും യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ പ്രൈവറ്റ് സ്കൂൾസ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പ്രൈവറ്റ് എഡ്യൂക്കേഷൻ നമ്മൾ യൂസ് ചെയ്തു, അതുപോലെ ബെനിഫിറ്റ്സ് എന്നുള്ളതാക്കി, ചിൽഡ്രൻ ഫ്രം വെൽതി ഫാമിലീസ് എന്നുള്ളതിന് പകരം റിച്ച് ഫാമിലീസ് എന്നായി. ആൻഡ് അതുപോലെ അൺഫെയർ അഡ്വാൻറ്റേജ് അഗെയിൻ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളത് റിലേറ്റഡ് ആയിട്ടുള്ള ക്രിയേറ്റ്സ് അൺഫെയർ ഡിഫറൻസസ് എമംഗ് സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ പാരഫ്രേസ് ചെയ്തു. അപ്പോൾ ഇതുപോലെ വേർഡ് ബൈ വേർഡ് പാരഫ്രേസിങ് അല്ലാതെ ഇങ്ങനെ ഓൾ ടുഗെദർ ഒരു വേർഡ് പാരഫ്രേസിംഗ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. സോ that is how you can write a general statement and paraphrasing of the question. Now let's see the thesis statement and outline. ഇനി നമ്മളുടെ ഹുക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഒപ്പീനിയൻ വരേണ്ടത് I believe. So you have to start like this. ഇങ്ങനെ നമ്മൾ ഫേം ആയിട്ട് നമ്മളുടെ ഒപ്പീനിയൻ കൊടുക്കണം. I believe private schools do provide some advantages, but these benefits do not guarantee long-term success. So ഈ ഒരു എന്താണ് തീസിസിൽ നിങ്ങൾക്ക് മനസ്സിലാവും, തീസിസിൽ ഡയറക്റ്റ്ലി ഐ അഗ്രി ഓർ ഐ ഡിസഗ്രി എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ അത് യൂസ് ചെയ്യണ നിർബന്ധമുണ്ടോ? ഇല്ല. നമ്മളുടെ ഒപ്പീനിയൻ നമ്മൾ അറിയിച്ചാൽ മതി, ആ വാക്കുകൾ തന്നെ യൂസ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതിൽ നമുക്ക് മനസ്സിലാവും എന്താണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈവറ്റ് സ്കൂൾസ് ഡു പ്രൊവൈഡ് സം അഡ്വാൻറ്റേജ്, പക്ഷേ അതുകൊണ്ട് എന്താണ് ലോങ് ടേം സക്സസ് ഗ്യാരണ്ടി അല്ല എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ അവിടെ ഒരു ബാലൻസ്ഡ് വ്യൂ ആണ് അല്ലേ, ഒരു പാർഷ്യൽ എഗ്രിമെൻ്റ് ആണ്. ഡെഫിനറ്റ്ലി പ്രൈവറ്റ് സ്കൂൾസ് അഡ്വാൻറ്റേജ് കൊടുക്കുന്നുണ്ട്, പക്ഷെ അതൊരു ലോങ് ടേം സക്സസ്സിന് ഉള്ള കാരണമാകുന്നില്ല എന്ന് പറയുമ്പം ദാറ്റ് ഇസ് ആക്ച്വലി എ ബാലൻസ്ഡ് വ്യൂ ഓർ എന്താണ് പാർഷ്യൽ എഗ്രിമെൻ്റ് ആണ്. സോ അതിൽ നിന്ന് ക്ലിയർ ആവും ദാറ്റ് യുവർ വ്യൂ ഓർ യുവർ ആർഗ്യുമെൻ്റ് ഇസ് പാർഷ്യലി എഗ്രീയിങ് എന്നുള്ളതാണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളത്. നൗ ദ ഔട്ട്ലൈൻ ഗിവിംഗ് എ റോഡ് മാപ്പ് ടു ദ എസ്സേ. ദിസ് എസ്സേ വിൽ എക്സ്പ്ലെയിൻ how private institutions offer resources and exposure while also showing why public schools and effort can lead to equal success. അപ്പോൾ എങ്ങനെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫേഴ്സ് എന്താണ് റിസോഴ്സസ്, പക്ഷേ അതുപോലെ തന്നെ പബ്ലിക് സ്കൂൾസിനും അതുപോലെ നമുക്ക് എഫേർട്ട് ഇടുമ്പോഴും യു ക്യാൻ ഹാവ് സക്സസ് എന്നുള്ള രീതിയിൽ മറുവശവും ഈ എസ്സേയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ഈ എസ്സേയിൽ എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് എന്നുള്ള ഒരു ഔട്ട്ലൈൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നതാണ് യുവർ ഫോർത്ത് സ്റ്റെപ്പ്. സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഇനി ഓൾ ടുഗെദർ നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി ഞാൻ ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഒരു ഒറ്റ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇതിങ്ങനെ ഒന്നിച്ച് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കൊഹിറൻസ് ആൻഡ് കൊഹിഷൻ എന്നുള്ള ക്രൈറ്റീരിയ വെച്ചിട്ട് കൃത്യമായിട്ട് മനസ്സിലാവും ഹൗ ഇറ്റ് ഇസ് ലോജിക്കലി കണക്റ്റഡ് എന്നുള്ളത്. So education is considered the foundation of personal growth and national development. So I have actually given one more, ഞാൻ ഒന്നുകൂടെ പാരഫ്രൈസ് വേറൊരു ഡിഫറെൻ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് സെക്കൻഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പല രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. Then many argue that private education mainly benefits rich families and creates unfair differences among students. I believe private schools do provide some advantages, but these benefits do not guarantee long-term success. This essay will explain how private institutions offer resources and exposure, while also showing why public schools and effort can lead to equal success. നമുക്ക് പല രീതിയിൽ ഇതൊരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം, ആൻഡ് ബാക്കി സെയിം തന്നെയാണ് കൊടുത്തത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് എന്താണ് എഡ്യൂക്കേഷനെ കുറിച്ച് തന്നെ വേറൊരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ചൊരു ഇൻട്രോ ആക്കി ഒറ്റ സെൻറ്റൻസ് ആയിട്ട് ഒറ്റ പാരഗ്രാഫ് ആയിട്ട് കാണിച്ചതാണ്.
Now you can see actually a weak intro below that. ഇങ്ങനെ എഴുതുന്ന കുറച്ച് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. This is a very weak intro. ഇതിന് നമുക്ക് നല്ല മാർക്കൊന്നും കിട്ടില്ല. That simply ഇങ്ങനെ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. Private schools are good. Some people agree and some people disagree. That is the paraphrasing of the question. I will talk about this. ഇങ്ങനെ ഇൻഫോർമൽ ആയിട്ട് ഇങ്ങനെ ഷോർട്ട് സെൻറ്റൻസിൽ ഇങ്ങനെയല്ല, നമ്മൾ ഇതുപോലെ ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെയാണ് ഒരു പ്രോപ്പർ നല്ല ഇൻട്രൊഡക്ഷൻ എഴുതേണ്ടത്. Okay, so I hope you got what I was discussing today. So ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇഫ് യു ഫോളോ ദിസ് ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് എ ഹയർ ബാൻഡ്. പക്ഷേ ഏറ്റവും നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഇഫക്റ്റീവായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. സോ ഓൾവേസ് റിമെമ്പർ ദിസ് 4 step strategy. First is general statement, second is paraphrasing of the question, then thesis statement, and what finally outline. ഓരോന്നും കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നും കൂടെ അറിഞ്ഞിരിക്കണം. ഈ പേര് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ പോരാ. ഓക്കെ, യെസ്, സോ പ്ലീസ് ഫോളോ ദിസ് ടു ഗെറ്റ് എ ഹയർ ബാൻഡ്. ആൻഡ് ഇനിയും നമുക്ക് ഇതുപോലത്തെ IELTS ക്ലാസ്സസ് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കിട്ടണം, 1-on-1 ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് Xylem-ത്തിൻ്റെ we have both offline and online classes. Offline classes is in Kottayam. And നമുക്ക് ഫീ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. 1 monthൽ for both online and offline it is 5,999, while 2 months വരുമ്പോൾ online it is 8,999 and for offline it is 10,999, while 3 months in you can see online it is 9,999 and for offline it is 15,999. Okay, so those who are interested in having these 1-on-1 classes, please do join our course. So that's about it today. ഇന്നത്തെ നമ്മളെ ഉദ്ദേശം മെയിൻ സ്ട്രാറ്റജി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓഫ് കോഴ്സ് റൈറ്റ് ആൻ ഇഫക്റ്റീവ് ഇൻട്രൊഡക്ഷൻ. So yes, let's see in another video. Bye.